Hello all, welcome back to Score Academy. Core subjects നോടൊപ്പം തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന 4 സബ്ജക്ട്സ് ആണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അനലോഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നീ 4 സബ്ജക്ട്സ് 2 മോഡ്യൂളായി 4 അധ്യാപകർ ചേർന്ന് ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന കേരള PSCയുടെ ഡിപ്ലോമ ആൻഡ് ബിടെക് ലെവൽ എക്സാംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് എക്സാം ഓറിയന്റഡ് അപ്രോച്ചിലൂടെ ആയിരിക്കും നമ്മൾ ഈ 4 സബ്ജക്ട്സും പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഓരോ പോർഷനിലും ഉള്ള ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനെയും മാർക്ക് ചെയ്തായിരിക്കും നമ്മൾ ഈ ഓരോ സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ സബ്ജക്ട്സിന്റെയും ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫും ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ ടെക്നിക്സുമാണ്. കൺട്രോൾ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിസ്റ്റം നമ്മൾ പല രീതിയിൽ കണ്ടു. വൺ ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സിസ്റ്റം. ഇനി അതുകൂടാതെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചും സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഇനി ഗ്രാഫിക്കലി ഒരു കൺട്രോൾ സിസ്റ്റത്തിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് ആണ്, 2 മെത്തേഡ്സ് ആണുള്ളത്. വൺ ഈസ് ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ, ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ ചോദിക്കാം. സോ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ടെക്നിക്സ്. ബ്ലോക്ക് ഡയഗ്രത്തിന് ബേസിക്കലായിട്ട് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമുക്ക് ആദ്യം ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. ദ ഫസ്റ്റ് റൂൾ ഈസ് ബ്ലോക്സ് ഇൻ കാസ്കേഡ്. കാസ്കേഡ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് സീരീസ് കണക്ഷൻ തന്നെയാണ്, അതായത് എൻഡ് ടു എൻഡ് കണക്ഷൻ. 2 ബ്ലോക്സിനെ ഇവിടെ ഒന്നിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്തു. സോ ഇങ്ങനെ 2 ബ്ലോക്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് G1 ആൻഡ് G2. 2 ഗെയിൻസ് G1 ആൻഡ് G2 ഇൻ കാസ്കേഡ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് സിംഗിൾ ബ്ലോക്ക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം വിത്ത് എ ഗെയിൻ ഓഫ് G1 ഇൻറ്റു G2. ഇനി ഇത് ശരിയാണോ നമുക്കൊന്ന് നോക്കാം. ഇഫ് വി ആർ ഹാവിങ് എ ബ്ലോക്ക് ഓഫ് G1 ഹിയർ and x of s is the input, what will be the signal at this point? ഈ പോയിന്റിലുള്ള സിഗ്നൽ എന്തായിരിക്കും? x of s multiplied by G1 of s. x of s multiplied by G1 of s ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് y of s എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ കിട്ടുന്ന സിഗ്നൽ multiplied by G2. So that is why it will be equal to this u of s into G2 of s, and this will be equal to u of s ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? x of s into G1 of s into this is G2 of s. ഇനി ഇത് തന്നെയാണോ സെക്കൻഡ് കേസിൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് നോക്കൂ. സെക്കൻഡ് കേസിലെ ടോട്ടൽ ഗെയിൻ ആണ് G1 ഇൻറ്റു G2. ഇൻപുട്ട് എന്ന് പറയുന്നത് x ആണ്. സോ x ഇൻറ്റു G1 ഇൻറ്റു G2, ഔട്ട്പുട്ട് y of s will be again x of s ഇൻറ്റു G1 of s ഇൻറ്റു G2 of s. So these two systems are equivalent. നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് പകരം ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. 9th റൂൾ ഈസ് എലിമിനേറ്റിംഗ് ദ ഫീഡ്ബാക്ക്. സോ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ക്ലോസ് ലൂപ്പ് സിസ്റ്റം, ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ നിന്ന് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ എന്താണ് വരുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസ് സൈൻ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇഫ് ദ ഫീഡ്ബാക്ക് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ നെറ്റ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? Net closed loop transfer function will be G by 1 minus GH. So ഇവിടെ വരുന്ന സൈൻ പ്ലസ് ആണെങ്കിൽ ഇവിടെ വരുന്ന ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ വരുന്ന സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ വരുന്ന സൈൻ നെഗറ്റീവ് ആണെങ്കിലോ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് വരുന്നതെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് then instead of minus we have a plus. So suppose this is the diagram G and this is the feedback H. So what will be the net closed loop transfer function? Closed loop transfer function will be G by 1 plus
GH. G by 1 plus GH. So ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി എനിക്കൊരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം with the value of either G by 1 minus H or G by 1 plus G by 1 minus GH or G by 1 plus GH depending upon the feedback, whether it is a positive or negative feedback. So this is the last rule, that is the elimination of feedback. സോ ഇത്രയും റൂൾസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി ഇങ്ങനെ ഒരു സിംഗിൾ ബ്ലോക്കായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ can you tell me what is the transfer function? Laplace of output by Laplace of input. Y of s by x of s will be whatever value inside block, അത് തന്നെയായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം. Question number 20. Which of these statements are correct? The number of loops are 3, number of loops are 2. The number of forward paths are 3. C by R ratio is 40 by 80 and C by R ratio is 28 by 81. So ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ തന്നെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്ടറി ആയിട്ട് കാണാം അല്ലേ. സോ നമ്പർ ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അഗെയിൻ സി ബൈ ആർ റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള തിങ്സ് ആണ്. ഒരിക്കലും ഇത് രണ്ടും എന്താവില്ല, സൈമൾട്ടേനിയസ്ലി 4 and 5 ട്രൂ ആവാൻ പാടില്ല. സിമിലർലി 1 and 2 എന്ന് പറയുന്നതും ട്രൂ ആവാൻ പാടില്ല. സോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഓപ്ഷൻ ഡി ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്, 4ഉം 5ഉം കറക്റ്റാണ്. ഒരുമിച്ച് തന്നെ രണ്ട് സി ബൈ ആർ റേഷ്യോ ഒരേ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ ക്യാൻ എലിമിനേറ്റ് ദ ഡി ഫ്രം ദി ഓപ്ഷൻസ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് ലൂപ്സ് എത്രയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഹൗ മെനി ലൂപ്സ് ആർ ദർ? സി വി ഹാവ് വൺ ലൂപ്പ് ലൈക്ക് ദിസ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പുണ്ട്. ദെൻ യു ഹാവ് വൺ മോർ ലൂപ്പ് ലൈക്ക് ദിസ്, സെക്കൻഡ് ലൂപ്പ്. Then again you have one more loop like this, ഇവിടെ ഒരു 3, 4, -2, ഇങ്ങനെ 3 ലൂപ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. സോ 1 is true, 2 is wrong. How many number of forward paths are there? How many number of forward paths? നമുക്കിവിടെ forward paths കൂടെ ഒന്ന് നോക്കാം. See, this is the first forward path, second forward path and third forward path. So total number of forward paths എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ 3 is a correct statement. 3 എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് എല്ലാ ഓപ്ഷനിലും 3 വന്നിട്ടുണ്ട്. സോ യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. പക്ഷേ നമ്പർ ഓഫ് ലൂപ്സ് നമുക്ക് കിട്ടിയ എത്രയാണ്? നമ്പർ ഓഫ് ലൂപ്സും 3 ആണ് കിട്ടിയത്. സോ 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതൊക്കെ ഓപ്ഷനിൽ വരുന്നുണ്ട്? സോ 2, 3, 4 ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ സേ ദാറ്റ് സി ഓൾസോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം 2 എന്ന് പറയുന്ന ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അറിയണമെന്നെങ്കിൽ 4 and 5 എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് അല്ലേ. സോ 4ഉം 5ഉം ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺട്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയതുകൊണ്ട് അവിടെയും 4ഉം 5ഉം ഒരുമിച്ച് കറക്റ്റ് ആവില്ല. സോ ഓപ്ഷൻ എയും നമുക്ക് eliminate ചെയ്യാം. So only option left is option B. 1, 3 and 4 are correct statements. 1, 3 and 4 are correct statement. So ഇങ്ങനെ നമുക്ക് ലോജിക്കലി വിത്തൗട്ട് ഈവൻ സോൾവിങ് ദ ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സ്പിരിറ്റിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇനി അല്ലാതെ നമുക്കിത് നോർമൽ കേസിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? സി ബൈ ആർ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് കണ്ടുപിടിക്കാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ can you tell me how can you find C by R ratio? ഫസ്റ്റ് നമുക്ക് ഫോർവേഡ് പാത്ത് ഗെയിൻസ് എടുക്കണം. സോ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് is this. So first forward path gain will be 1 into 2 into 8, that is 1 into 2 into 4, that is 8. Second forward path is like this. So you have 1 into 5 into 4, that is 20. Third forward path is 1 into 3 into 4, so 12. Now how many loops are there? 3 loops are there. ഏതൊക്കെയാണ് ആ 3 ലൂപ്പുകൾ? ഫസ്റ്റ് ലൂപ്പ് is like this, 2 into 4 into -2. So L1 will be equal to -60. L2 is equal to 3 into 4 into -2.
So 12 into 2 minus 24. What about L3? This is the third loop. This is the third loop. So 5 into 4, 20 minus 40. L3 will be minus 40. So delta value will be equal to 1 minus L1 plus L2 plus L3. ഈ മൂന്ന് ലൂപ്പും എന്താണ് കോമൺ നോഡ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് പ്രോഡക്റ്റ് വരുന്നില്ല. 1 plus 16 plus 24 plus 40 which is equal to 81. Delta 1 will be equal to first forward path il touch ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് വരുന്നുണ്ടോ? ഇല്ല. So 1. What about delta 2? Second forward path il മൂന്ന് ലൂപ്പും ടച്ച് ചെയ്യുന്നുണ്ട്. So that is also 1. Delta 3 also 1. So total C by R ratio will be equal to P1 delta 1 8 into 1 plus P2 delta 2 20 into 1 plus 12 into 1 20 plus 12 all divided by delta value, that is 81. So here I will get 40 divided by 81. So ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിച്ചിട്ട് 4 കറക്റ്റ് ആണെന്ന് പറയാം. സോ അങ്ങനെ ചെയ്യാതെ തന്നെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. സോ 1 and D ആദ്യം എലിമിനേറ്റ് ചെയ്തു. 2 എന്ന് പറയുന്ന റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടു. സോ യു ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ ബി. ഇങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് ആൻസർ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് ടേംസ് ആണ് ഓർഡർ ഓഫ് ദി സിസ്റ്റവും ടൈപ്പ് ഓഫ് ദി സിസ്റ്റം. ഓർഡർ ഓഫ് ദി സിസ്റ്റം ആൻഡ് ടൈപ്പ് ഓഫ് ദി സിസ്റ്റം. Order is the degree of denominator polynomial of the closed loop transfer function. So let us consider a system with closed loop transfer function C of s by R of s equal to, which is g by 1 plus gh. ഈ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ സപ്പോസ് ഇറ്റ് ഈസ് എസ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 1 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ പോളിനോമിയൽ? ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ ആയിട്ട് വരുന്ന ഏതാണ്? 2 ആണ് അല്ലേ. സോ ഐ ക്യാൻ സേ ഇറ്റ് ആസ് ഓർഡർ ഓഫ് ദി സിസ്റ്റം ഈസ് 2. ഓർഡർ എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാം. ലെറ്റ് us consider one more example. C of s by R of s equal to s plus 1 by s into s plus 2 into s plus 3. സോ ഇവിടെ ഞാൻ ഈ ഒരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഹയസ്റ്റ് പവർ ഓഫ് എസ്? എസ് ഇൻറ്റു എസ് ഇൻറ്റു എസ്. സോ എസ് ക്യൂബ് എന്ന് പറയുന്ന ടേമാണ് ഡിനോമിനേറ്ററിൽ വരുന്ന ഹയസ്റ്റ് പവർ വരുന്നത്. സോ ഓർഡർ വിൽ ബി 3. Order of the system will be 3. Now what about the type of the system? The number of poles of open loop transfer function at origin. So ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ജി ഓഫ് എസ് ആണ്, അല്ലെങ്കിൽ എന്തല്ല, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ല, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് സംതിങ് ലൈക്ക് ദിസ് എസ് പ്ലസ് 2 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1. സോ ഇങ്ങനെയാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിരുന്നെന്ന് വിചാരിക്കുക. നൗ ഇവിടെ ഡിനോമിനേറ്ററിൽ ഫ്രീ ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന എസ്, ഫ്രീ ആയിട്ട് എസ് മാത്രമായിട്ടൊരു ടേം ഉണ്ടോ എന്ന് നോക്കുക. സോ വി ഹാവ് എ സ്ക്വയർ ഹിയർ. അങ്ങനെ വരുന്ന ടേമിൻ്റെ പവർ അല്ലെങ്കിൽ എസിൻ്റെ പവറായിട്ട് വരുന്ന ടേം ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ടൈപ്പ് ഓഫ് ദി സിസ്റ്റം ഹിയർ വിൽ ബി 2. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, നമ്പർ ഓഫ് പോൾസ് ഓഫ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറ്റ് ഒറിജിൻ. സോ ഇവിടെ നമുക്ക് പോൾസ് ഓഫ് ദി സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? പോൾസ് എന്ന് പറയുന്നത് എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സോ എസിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരും? 0, 0, -1. സോ എസ് സ്ക്വയർ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എസ് ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു 0. 2 പോൾസ് ഒറിജിനിലും ഒരു പോള് -1ലും. സോ നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിൻ അല്ലെങ്കിൽ 0യിലുള്ള പോൾസ് ഏതൊക്കെയാണ്? 2 പോൾസ് ആണുള്ളത്. സോ ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ഈസ് 2. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഡിനോമിനേറ്ററിലുള്ള ഹയസ്റ്റ് ഡിഗ്രി, ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവറായിട്ട് വരുന്ന ടേമിനെ ഓർഡർ എന്ന് പറയാം. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു എസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറയുന്ന പേരാണ്
ടൈപ്പ് ഓഫ് ദി സിസ്റ്റം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ഓഫ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറ്റ് ഒറിജിൻ പറയുന്ന പേരാണ് ടൈപ്പ് ഓഫ് ദി സിസ്റ്റം. മൂവിങ് ഓൺ ടു ദ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ്. സോ ഒരു സെക്കൻഡ് ഓർഡർ അണ്ടർ ഡാംഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഔട്ട്പുട്ടിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നമുക്ക് പറയാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ. ദ ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ ഈസ് നോൺ ആസ് ദി ഡിലേ ടൈം. It is defined as the time required for the response to reach 50% of the steady state value for the first time. So ഇവിടെ നമുക്ക് കാണാം ഈ ഒരു റെസ്പോൺസിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. സോ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഈ ഫൈനൽ വാല്യൂവിൻ്റെ 50%, ദാറ്റ് ഈസ് 1 × 50% എന്ന് പറയുമ്പോൾ 0.5. 0.5 റീച്ച് ചെയ്യാൻ വേണ്ടി, ഔട്ട്പുട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡിലേ ടൈം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് എക്സ്പ്രഷൻ 1 + 0.7 × delta by omega n, where delta representing the damping ratio and omega n representing the frequency, natural frequency of oscillation. So ഈ ഒരു ടേമിന് പറയുന്ന പേരാണ് ഡിലേ ടൈം. അതിൻ്റെ ഡെഫിനിഷൻ കൂടി ഓർത്തിരിക്കുക. 50% വരെ റീച്ച് ചെയ്യുന്ന ടൈമാണ് ഡിലേ ടൈം. വെൽക്കം ടു സ്കോർ അക്കാഡമി. സോ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. നോർമലി PSC എക്സാമിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ബട്ട് നോർമലി അത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ആരും നോക്കാതെ വിട്ട് കളയുന്നതാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് സീറോസ് ആൻഡ് വൺസ്. അതായത് ഒന്നെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതാണ് സീറോ. ലോ അല്ലെങ്കിൽ ഹൈ, അല്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ. അതിനെ ഒന്നെങ്കിൽ സീറോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദ ബ്രാഞ്ച് ഓഫ് ഇലക്ട്രോണിക്സ് വിച്ച് ഡീൽസ് വിത്ത് ബൈനറി സിഗ്നൽസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇതിനെ ലോജിക് ഡിസൈൻ സർക്യൂട്ട് എന്ന് പറയാം, പല പേരുണ്ടും പറയാം. സോ നിങ്ങളുടെ സർക്യൂട്ട്സ് എല്ലാം ലോജിക് ഗേറ്റ്സ് വെച്ചാണ് അസംബിൾ ചെയ്യുന്നത്. ഇനി ലോജിക് ഗേറ്റ്സിൻ്റെ പ്രത്യേകം എന്തായിരിക്കും? നിങ്ങളുടെ ഡേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2 സ്റ്റേറ്റിലായിരിക്കും, അതായത് സീറോസ് അല്ലെങ്കിൽ വൺസ്. അപ്പോൾ സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്ന ആർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ? കമ്പ്യൂട്ടറിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാം, നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്തെന്ന് അറിഞ്ഞിരിക്കണം ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. നമ്പർ സിസ്റ്റം നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്പർ സിസ്റ്റം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. സോ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെസിമൽ നമ്പർ സിസ്റ്റം പ്രത്യേകത എന്ന് പറഞ്ഞാൽ there are 10 symbols to represent each value. അതായത് സീറോ എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിൽ കാണുന്ന സീറോ എന്ന് പറയുന്നത് അത് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സീറോ എന്ന് പറയും. അതേപോലെ 1 എന്ന് പറയുന്നത് മനസ്സിൽ കാണുന്നത് ഒരു സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സിമിലർലി അപ് ടു 9 വരെ ഒരു സിമ്പിളുണ്ട്. അപ്പോൾ എ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ഡിജിറ്റ് ഇൻ എ സിസ്റ്റം, അതിനാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സിമ്പിൾ ഇൻഡിപെൻഡൻറ്റ് സിമ്പിൾസ് ഇൻ ദാറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ബേസ്. അതായത് ഇപ്പോൾ 0, 1, 2 അപ് ടു 9 വരെ പോകും. 9 കഴിഞ്ഞാൽ പിന്നെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വി ലൂസ് ദ ഗെയിൻ 1 and 0. അതായത് 2 നേരത്തെ ഉണ്ടായിരുന്ന സിമ്പിൾ യൂസ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഓൾറെഡി ഒറിജിനൽ സിമ്പിൾസ് എന്ന് പറയുന്നത് 10 ഉള്ളൂ. അതായത് ഫ്രം 0 to 9 10 സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ബാക്കി സിമ്പിൾസ് അല്ലെങ്കിൽ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒറിജിനലി ഉണ്ടായിരുന്ന നമ്പേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 11 എന്ന് പറയുന്നത് അഗെയിൻ വാട്ട് ഈസ് ദാറ്റ്? 2 symbols 1 and 1. സിമിലർലി 1 to 12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിമ്പിൾ, സെക്കൻഡ് സിമ്പിൾ. സോ ഈ വാല്യൂസ് എല്ലാം ഓൾറെഡി അവൈലബിൾ വാല്യൂസ് കൊണ്ടാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാണ് റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. നോർമലി R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ B എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. B ഫോർ ബേസ്, R ഫോർ റാഡിക്സ്, ഏതായാലും സെയിം ആണ്. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിമ്പിൾസ് എന്ന് പറയുന്നത് 10 ഉണ്ട്. അതായത് 0 to 9 10 സിമ്പിൾസ് ഉണ്ട്, ഇൻക്ലൂഡിങ് 0. അതുകൊണ്ട് ബേസ് 10 നമ്പർ സിസ്റ്റത്തിന് എന്ത് പറയാം? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. പിന്നെ ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ബൈനറി മീൻസ് 2. ദാറ്റ് ഈസ് നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഈസ് 2. അതായത് 0 അല്ലെങ്കിൽ 1, 2 സിമ്പിളേ ഉള്ളൂ. സോ എത്രയായിരിക്കും? 2 സിമ്പിൾ എന്ന് പറയുമ്പോൾ ആ ബേസ് എന്തായിരിക്കും? 2. B becomes 2. ദാറ്റ് ഈസ് ബേസ് becomes 2. സിമിലർലി ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ മീൻസ്
8. അപ്പോൾ 8 സിമ്പിൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിനെ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന് എന്തായിരിക്കും? നമ്മൾ നോർമലി പഠിക്കുന്ന 0 തൊട്ട് എത്ര വരെ ഉണ്ട്? 7 വരെ ഉണ്ട്. മൊത്തം 8 സിമ്പിൾസ്. ഇനി നെക്സ്റ്റ് എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 16 സിമ്പിൾസ് ഉണ്ട്. ഇനി നമുക്കിത് ഇൻ ഡെപ്ത് ആയിട്ട് അടുത്ത സ്ലൈഡിൽ കാണാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് there are 10 symbols to represent a value. അത് ഒറ്റ സിംഗിൾ ഡിജിറ്റ്സ് ആണ്. ഇനി ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2 സിമ്പിൾസ് ഉണ്ട്, 0 ആൻഡ് 1. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സിമ്പിൾസ് എന്ന് പറയുന്നത് 8 ഉണ്ട്. ആ 8 എന്ന് പറയുന്നത് നമ്മൾ കൺവെൻഷനലായിട്ട് യൂസ് ചെയ്യുന്ന 0 അപ് ടു 7 ആണ്. ഇനി എക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ എക്സാ മീൻസ് 6, ഡെസിമൽ മീൻസ് 10. മൊത്തം 16 ഉണ്ട്. 10 + 6 16. അപ്പോൾ നമുക്കറിയാവുന്ന 10 എണ്ണം 0 to 9 ആണ്. അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തു? A, B, C, D, E, F കൂടെ ആഡ് ചെയ്തു. അങ്ങനെ എത്ര സിമ്പിളായി? 16 സിമ്പിൾസായി. ഇതെല്ലാം കൺവെൻഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബൈനറി സിസ്റ്റത്തിനെ ഞാൻ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 0-നെ ഞാൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, 1-നെ ഞാൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം അങ്ങനെ വെച്ച് എനിക്ക് ഏത് സിസ്റ്റവും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിനിങ്ങനെ പഠിക്കാൻ കാരണം കൺവെൻഷനലി ആൾക്കാർക്ക് പിടികിട്ടാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു. അതായത് എക്സാ മീൻസ് 6, ഡെസിമൽ മീൻസ് 10. അപ്പോൾ മൊത്തം 16 സിമ്പിൾസ് ഉണ്ട്. 16 സിമ്പിൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഓരോ സിമ്പിൾസിനും ഓരോ വാല്യൂ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം 0 to 9 നോർമലി യൂസ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളതാണ്. ഇനി എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എ എന്ന് പറയുന്നത് 10-ഉം, ബി എന്ന് പറയുന്നത് 11-ഉം, സി എന്ന് പറയുന്നത് 12-ഉം, ഡി എന്ന് പറയുന്നത് 13-ഉം, ഇ എന്ന് പറയുന്നത് 14-ഉം, എഫ് എന്ന് പറയുന്നത് 15-ഉമാണ്. ഇത് നോർമലി കോഡിങ് ചെയ്യുമ്പോൾ മൈക്രോ കൺട്രോൾ പ്രോസസ്സറിലെല്ലാം കോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യും, ഈ സിമ്പിൾസ് യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് വെയ്റ്റഡ് നമ്പർ സിസ്റ്റവും അൺവെയ്റ്റഡ് നമ്പർ സിസ്റ്റവും. നമ്മൾ പഠിച്ചിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് വെയ്റ്റഡ് നമ്പർ സിസ്റ്റമാണ്. എക്സാമ്പിൾ ഡെസിമൽ, വെയ്റ്റഡിൽ ഡെസിമലുണ്ട്, ബൈനറി, ഒക്ടൽ, എക്സാ ഡെസിമൽ, BCD, 2421 കോഡ് എക്സെട്ര. ഇതെല്ലാം വെയ്റ്റഡ് നമ്പർ സിസ്റ്റമാണ്. അതായത് ഒരു പൊസിഷനിൽ ആ ഒരു വാല്യൂ ഞാൻ 2 എന്നിട്ടാൽ അതിനൊരു വെയ്റ്റും കൂടെ ഉൾപ്പെടും. ഓക്കെ, വെയ്റ്റ് എന്ത് വേണമെങ്കിൽ ആവാം. ഇപ്പോൾ വെയ്റ്റ് ഒന്ന് ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ഇത് 1's പ്ലേസ്, ഇത് 10's പ്ലേസ്. കാര്യം 1's പ്ലേസ് എന്ന് പറഞ്ഞാൽ 10⁻�0, അങ്ങനെയാണ് 1's പ്ലേസ് എന്ന് വന്നത്. അതേപോലെ ഈ പ്ലേസ് എന്ന് പറയുന്നത് അടുത്ത പൊസിഷൻ 10⁻1. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ഇത് 10's പ്ലേസ്. ഇത് നിങ്ങൾ ഡെസിമലിൽ പഠിച്ച അതേ സാധനം ഇതിലെല്ലാം ആപ്ലിക്കബിൾ ആണ്. കാര്യം ഇറ്റ് ഈസ് എ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം. ഇനി അൺവെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ ഗ്രേ കോഡുണ്ട്, പിന്നെ XS3 കോഡുണ്ട്, പിന്നെ XS3 കോഡുണ്ട്, പിന്നെ പല കോഡും ഉണ്ട്. അതിന് വെയിറ്റ് അല്ലാത്തതെല്ലാം അൺവെയ്റ്റഡ് എന്നാണ് പറയുന്നത്. ഇനി വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ നമുക്ക് വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിന് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ കാണുന്നത് 24.5 നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്പറാണ്. അതിൽ പോയിൻ്റ് എന്ന് പറയുന്നത് റാഡിക്സ് പോയിൻ്റ്. അപ്പോൾ ആ റാഡിക്സ് പോയിൻ്റ് എന്നല്ലെങ്കിൽ ഡെസിമൽ പോയിൻ്റ് എന്ന് പറയാം. ഇനി ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ പോയിൻ്റാണ് ഇൻഡിജർ പാർട്ട്. ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഫ്രാക്ഷണൽ പാർട്ട്. ഇനി അതിൽ നമ്മൾ പറയാം ഈ മൊത്തം നമ്പറിന് എന്ത് പറയാം? അതാണ് നിങ്ങളുടെ നമ്പർ n എന്ന് പറയുന്നത്. പിന്നെ എന്താണ് r മീൻസ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. പിന്നെന്താണ് 0 1 2 3 എന്ന് പറയുന്നത് അതിൻ്റെ പവറാണ്. ഓട്ടോമാറ്റിക്കലി എന്താ r⁻0 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലെ, അതായത് ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ള വെയിറ്റ് ആണ് r⁻0. സിമിലർലി സെക്കൻഡ് പൊസിഷനിലെ വെയിറ്റ് ആണ് r⁻1. തേർഡ് പൊസിഷനിലെ വെയിറ്റ് ആണ് r⁻2. സിമിലർലി ഇറ്റ് ഗോസ് ഓൺ. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ പോയിൻ്റ് റൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? r⁻−1. അടുത്ത പൊസിഷനിലെ വെയിറ്റ് r⁻−2, പിന്നെ r⁻−3. എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 17.591. അപ്പോൾ 17.591 നടുക്കത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ ഡെസിമൽ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുന്നത് എന്തായിരിക്കും? 1's പ്ലേസ്. ആ 1's പ്ലേസ് ഇസ് നത്തിങ് ബട്ട് 10⁻0.
ഇനി അതിൻ്റെ അടുത്ത പൊസിഷൻ വരുന്ന 1 ആണ്. ഇത് എവിടെ കിടക്കുന്നു? 10th പ്ലേസ്. എന്തുകൊണ്ട് 10th പ്ലേസ് വന്നു? ബിക്കോസ് ഇറ്റ് ഈസ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻1. സിമിലർലി ഡെസിമൽ പോയിൻറ്റിൻ്റെ റൈറ്റിലോട്ട് നോക്കുമ്പോൾ 5 എന്ന് പറയുന്നത് എവിടെയാണ്? R⁻⁻1. അതായത് ബേസ് എന്താണ്? 10 ആണ്. 10⁻1 എന്ന് പറയുമ്പോൾ 0.1. അതാണ് 10th പ്ലേസ് എന്ന് പറയുന്നത്. അതേപോലെ ഓരോ പൊസിഷനും പവർ എന്തായിരിക്കും? ഇവിടെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളിത് പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കൺവേർഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് കൺവേർഷൻ അറിയേണ്ടത് ജനറലായിട്ട് പറയാണ്, ഡെസിമൽ തൊട്ട് ബാക്കി ഏതെങ്കിലും നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇത്. അതായത് ഫോർ ഇൻറ്റിജർ പാർട്ടും അതിന് നമ്മൾ ചെയ്യേണ്ടത് സക്സസീവ് ഡിവിഷനും ഫ്രാക്ഷണൽ പാർട്ടിനും സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് ദ ബേസ് ഓഫ് അതർ നമ്പർ സിസ്റ്റം. ഇത് ഓർമ്മിക്കാനുള്ള കാര്യം, നമുക്ക് ഡെസിമൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താ അറിയാത്തതായിട്ടുള്ളതെന്ന് പറയാം അതർ നമ്പർ സിസ്റ്റം. അപ്പോൾ എന്ത് പരിപാടിയും ചെയ്യേണ്ടത് അതർ നമ്പർ സിസ്റ്റം യൂസ് ചെയ്താണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇൻറ്റിജർ പാർട്ട് ഉണ്ടെങ്കിൽ സക്സസീവ് ഡിവിഷൻ, ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടെങ്കിൽ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡിവിഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. യൂസിങ് ദ ബേസ് ഓഫ് അതർ നമ്പർ സിസ്റ്റം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതർ നമ്പർ സിസ്റ്റം ഓർമ്മ വരണം. എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ 21 to the base 10, അതായത് ഇത് ഡെസിമൽ. We are converting into the base 2, that is binary. Find the value of n. ഈ വാല്യൂ എന്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതെന്താ ഉള്ളൂ? ഇൻറ്റിജർ പാർട്ട്. ഇപ്പോൾ ഇൻറ്റിജർ പാർട്ടാണെങ്കിൽ സക്സസീവ് ഡിവിഷൻ വിത്ത് അതർ ബേസ്. ഇവിടെ അതർ ബേസ് എന്താണ്? 2. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 21 എഴുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കിട്ടിയ കോഷ്യൻ്റ് താഴെ എഴുതുക. കോഷ്യൻ്റ് 10 ആണ്. റിമൈൻഡർ ഓട്ടോമാറ്റിക്കലി 1 നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗെയിൻ സക്സീവ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അതേ ബേസ് കൊണ്ട് അതർ ബേസ് കൊണ്ട് വീണ്ടും ഡിവിഷൻ ചെയ്യും. അതിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? കോഷ്യൻ്റ് 5. ഇനി 5ൻ്റെ എന്തായിരിക്കും? റിമൈൻഡർ ഒന്നും കാണൂല. കാര്യം 2 × 5 10 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ എന്ത് വരുള്ളൂ? ഡിവൈഡർ ഒന്നും വരില്ല, റിമൈൻഡർ ഒന്നും വരില്ല. നെക്സ്റ്റ് ടൈം എഗെയിൻ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന കിട്ടും 2 കിട്ടും വിത്ത് റിമൈൻഡർ 1. എഗെയിൻ ഡിവൈഡ് ചെയ്യണം, റിമൈൻഡർ 1 കിട്ടും, കോഷ്യൻ്റ് 1 കിട്ടും വിത്ത് റിമൈൻഡർ 0. എഗെയിൻ ഡിവൈഡ് ചെയ്യണം അൺടിൽ യു ഗെറ്റ് 0. കോഷ്യൻ്റ് 0 കിട്ടുന്ന വരെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് റിമൈൻഡർ റൈറ്റ് സൈഡിൽ എഴുതുക. ദെൻ റൈറ്റ് ഫ്രം ഡൗൺ ടു ബോട്ടം, റൈറ്റ് ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പോൾ ബോട്ടത്തിന് ആദ്യം എഴുതുക, സെക്കൻഡ് അടുത്ത നമ്പർ എഴുതുക, തേർഡ് 1 എഴുതുക, പിന്നെ 0 എഴുതുക, പിന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എലിമെൻറ്റ് റൈറ്റ് മോസ്റ്റ് ഏരിയയിൽ എഴുതുക. അതാണ് നിങ്ങളുടെ ബൈനറി കൺവേർഷൻ. ഇനി ഇപ്പോൾ ഇത്ര നേരം പഠിച്ചത് നമ്മളുടെ ഇൻറ്റിജർ പാർട്ടായിരുന്നു. ഇനി ഇൻറ്റിജർ ഇതിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.625 to the base 10 is equal to n of base 2. ദാറ്റ് ഈസ് ഫൈൻ n. അതായത് നമുക്ക് വേണ്ട സാധനം ഇപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞു ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അതർ ബേസ്. അതായത് 0.625 എന്ത് ചെയ്യണം? നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതർ ബേസ് എന്താണ്? 2 ആണ്. ഇപ്പം അതർ ബേസ് വെച്ചിട്ട് കളിയുള്ളൂ. സോ ആ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രം എടുത്തിട്ട് ഇൻറ്റു മൾട്ടിപ്ലൈ വിത്ത് 2 വിൽ ഗെറ്റ് ദ നമ്പർ. അതിനെന്ത് ചെയ്യണം? ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രം എടുത്ത് എഴുതി അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എഗെയിൻ അടുത്ത കിട്ടിയ റിസൾട്ടിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് മാത്രം എടുത്ത് എഴുതി വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോഴാണോ 0 കിട്ടുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പോയിൻ്റ് ഉള്ളതുകൊണ്ട് അതേപോലെ ഒരു പോയിൻ്റ് എഴുതുക. എന്നിട്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം നമ്മൾ കിട്ടിയ ആ ഇൻറ്റിജർ പാർട്ട് മാത്രം എഴുതുക. ദാറ്റ് ഈസ് 1 0 0. ഇത് കിട്ടാൻ നിങ്ങളുടെ എന്താണ്? ഫ്രം ഫ്രാക്ഷണൽ പാർട്ട് തന്നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ആ കറസ്പോണ്ടിങ് അതർ ബേസിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നേരെ തിരിച്ച് നമുക്ക് വേറൊരു നമ്പർ സിസ്റ്റം ഉണ്ട്, അത് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് വെയ്റ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. എഗെയിൻ വെയ്റ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂസിങ് ദ ബേസ് ഓഫ് അതർ നമ്പർ സിസ്റ്റം. അതർ നമ്പർ സിസ്റ്റം വെച്ചിട്ട് കളിയേ ഉള്ളൂ എല്ലാത്തിലും. സോ ഇതിൻ്റെ അകത്ത് എന്താണ്? നേരെ തിരിച്ചാണെങ്കിൽ എന്തായി? വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ വെയ്റ്റ് യൂസിങ് ദ അതർ ബേസ് ഓഫ് ദ അതർ നമ്പർ സിസ്റ്റം. എക്സാമ്പിൾ എടുക്കാം. ഓക്കെ,
ഇപ്പോൾ A2D.6 to the base 16 is converted to n in decimal. അപ്പോൾ എന്ത് ചെയ്യണം? A2D.C എന്ന് പറയുന്നത് ബേസ് 16 ആണ്, അത് നമ്മൾ തന്നിട്ടുണ്ട്. ഇനി എ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞു വാല്യൂ 10 ആണ്, 2 എന്ന് 2 തന്നെയാണ്, ഡി എന്ന് പറയുന്നത് 13 ആണ്, ആൻഡ് പോയിൻ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സി എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ. ഇനി എന്ത് ചെയ്യണം? വെയിറ്റ് ഓൺ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് വരുന്ന വെയിറ്റ് എന്തായിരിക്കും? ബേസ് റേസ് ടു -1, ദാറ്റ് ഈസ് 16 റേസ് ടു -1. സിമിലർലി ആ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 16 റേസ് ടു 0 ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത പൊസിഷൻ നോക്കുമ്പോൾ 16 റേസ് ടു 1 ആയിരിക്കും. അടുത്ത പൊസിഷൻ നോക്കുമ്പോൾ 16 റേസ് ടു 2 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10 ഇൻറ്റു 16 സ്ക്വയർ. അതേപോലെ അടുത്തെന്താ? 2 ഇൻറ്റു 16 റേസ് ടു 1. അടുത്തത് 13 ഇൻറ്റു 16 റേസ് ടു 0. എന്നിട്ട് ബാക്കി 12 ഇൻറ്റു 16 റേസ് ടു -1. into 16 raised to -1. ഇത് കൂടെ ആഡ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ കൺവേർഷൻ സിഗ്നൽ. അപ്പോൾ കിട്ടുന്ന ആൻസർ 2605.75 ടു ദ ബേസ് 10 ആണ് നിങ്ങളുടെ കൺവേർട്ടഡ് സംഭവം. സോ ഇത് കാൽക്കുലേറ്ററോണിക്സ് ആയിട്ട് ചെയ്യാം, ബട്ട് സ്റ്റിൽ ഇത് ഈസിയാണ്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ കഴിവുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് 657 ടു ദ ബേസ് 8 ഈസ് വാട്ട്? ഇത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 657 എന്ന് പറയുന്നത് എന്താണ്? ബേസ് 8 ആണ്. ഓക്കെ, അപ്പോൾ എക്സാ ഡെസിമൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ടു എന്താണ്? നമുക്ക് ഒക്ടൽ ടു എക്സാ ഡെസിമലാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഒക്ടൽ ടു ബൈനറി അറിയാം, പിന്നെ എന്ത് ചെയ്യാം? ബൈനറി ടു എക്സാ ഡെസിമൽ അറിയാം. ഗ്രൂപ്പ് ചെയ്താൽ മതി, നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. എക്സാമ്പിൾ തന്നെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 657 ഉണ്ട്. 657 എങ്ങനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഇക്വലൻറ്റ് 3 ബിറ്റ് ഉണ്ട്, റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അതായത് 6 എന്ന് പറയുമ്പോൾ 110, 5 എന്ന് പറയുന്നത് 101, 7 എന്ന് പറയുന്നത് ഓൾ വൺസ്. ഇതെങ്ങനെ തിരിച്ചറിയാൻ തെറ്റാ ശരിയാണെന്ന്? വെയിറ്റ് എന്ന് പറയുന്നത് 4, 2, 1. 4 + 2 6 ആണ്, കറക്റ്റ്. അടുത്ത് 4, 2, 1. 4 + 1 എന്താണ്? 5 ആണ്. അടുത്തത് 4, 2, 1. വെയിറ്റ് എന്ന് 4 + 2 6, 6 + 1 7. അപ്പോൾ വെയിറ്റ് കറക്റ്റാണ്. ഇനി എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഈ ബിറ്റ് 4 വെച്ചെടുത്തു, അടുത്ത 4 ബിറ്റ് ഗ്രൂപ്പ് ചെയ്തു, ബാക്കി ഒരെണ്ണം മിച്ചം വരും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ബാക്കി മിച്ചം വന്ന് സീറോസ് വെച്ച് അപ്പൻഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് 4 ബിറ്റ് ഗ്രൂപ്പിൽ നടന്നു, ഇത് 4 ബിറ്റ് ഗ്രൂപ്പിൽ നടന്നു, ഇത് 4 ബിറ്റ് ഗ്രൂപ്പിൽ നടന്നു. ഇനി ഗ്രൂപ്പ് ചെയ്ത സാധനത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാ ഡെസിമൽ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് 1, 1, 1, 1 4 1 വന്നാൽ അത് എഫ് ആണ്. 10, 10 എന്ന് പറഞ്ഞാൽ എ ആണ്. എഗൈൻ 0001 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടി? 1AF ഈസ് ദ hexadecimal representation of 657 to the base 8. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻസർ എ. ഹലോ ഓൾ, വെൽക്കം ടു അനലോഗ് ഇലക്ട്രോണിക്സ് കോഴ്സ് ഫ്രം സ്കോർ അക്കാഡമി. നമ്മുടെ കോഴ്സിൻ്റെ 5th മോഡ്യൂളുള്ള അനലോഗ് ഇലക്ട്രോണിക്സ് ആണ് നമ്മളടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂഷ്വലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് അധികം ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയയാണ് അനലോഗ് ഇലക്ട്രോണിക്സ്. ബട്ട് റീസെൻ്റിലുള്ള ഒരു എക്സാം പാറ്റേൺ, അത് ഡിഗ്രി ലെവൽ, ഡിപ്ലോമ ലെവൽ എക്സാംസ് പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ വെയിറ്റേജ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. സോ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കേരള PSC ഒരു ടെക്നിക്കൽ എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 100 മാർക്സും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിങ് ടു പ്രീവിയസ് ഇയേഴ്സ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് സിലബസിലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഏത് ഏരിയാസിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് നല്ല വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസിനെ മാർക്ക് ചെയ്ത് വേണം നമ്മളിവിടെ പഠിക്കാനായിട്ട്. സോ ഇതിനായിട്ട് നമ്മൾ SSC JE, RRB JE, GATE, ESE തുടങ്ങിയ ഡിഗ്രി ഡിപ്ലോമ ലെവൽ എക്സാംസിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് വേണം പഠിക്കാൻ.
മാത്രമല്ല ഈ പറയുന്ന എക്സാംസിനെല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന എക്സാംസ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാംസിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കേരള PSCയിൽ എക്സ്പെക്ട് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻസ്. അപ്പോൾ നമ്മുടെ ഒരു അപ്രോച്ചും അത് തന്നെ ആയിരിക്കും. അടുത്തതായി അനലോഗ് ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബേസിക്കലി അനലോഗ് ഇലക്ട്രോണിക്സ് ഡീൽസ് വിത്ത് സെമികണ്ടക്ടർ ഡിവൈസസ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു PN ജംഗ്ഷൻ ഡയോഡ് എന്താണെന്ന് പഠിക്കാതെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രാൻസിസ്റ്റർ എന്താണെന്ന് പഠിക്കാതെ അതിൻ്റെ ബിഹൈൻഡിലുള്ള ഒരു ചെറിയ തിയറി നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. ഈ പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് SSC JEE ആയാലും ശരി, RRB JEE ആയാലും ശരി, ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലാരിറ്റിയോട് കൂടി നമ്മൾ പഠിക്കണം. ഈ ഒരു ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് PN ജംഗ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ PN ജംഗ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഫെറ്റ്സും നമുക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ പഠിക്കുക. ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് ആയിട്ടുള്ള ഓസിലേറ്റേഴ്സും അതുപോലെ തന്നെ ഫിൽറ്റേഴ്സും പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് സർക്യൂട്ട്സും നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ സിലിക്കൺ അല്ലേ, നമ്മൾ സിലിക്കൺ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സിലിക്കൺ ആണ് ഒരു സെമി കണ്ടക്ടർ എലമെൻറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സിലിക്കൺ നമ്മൾ ഈ നേച്ചറിൽ അവൈലബിൾ ആണ്. സിലിക്കൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആറ്റത്തിൻ്റെ ഫോമിലൊന്നല്ല അല്ലേ. അപ്പോൾ സിലിക്കൺ നമുക്ക് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ള ഓക്സൈഡ്സ് ഫോംസ്, അതായത് സിലിക്കൺ ഓക്സൈഡ്സ് അല്ലെങ്കിൽ സിലിക്കേറ്റ്സ് ഫോംസിലാണ് നമുക്ക് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ളത്. സിലിക്കൺ ഓക്സൈഡ് SiO, സിലിക്കൺ ഡയോക്സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് സിലിക്ക എന്ന് പറയാം. സിലിക്ക, ഓക്കെ, സിലിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സിലിക്കൺ എന്ന് പറഞ്ഞിരിക്കുന്ന എലമെൻറ്റ് നമുക്ക് നമ്മുടെ ഈ നേച്ചറിൽ സിലിക്കൺ ഓക്സൈഡ്സ് ഫോം അല്ലെങ്കിൽ സിലിക്കേറ്റ്സ് ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്. ചോദ്യം എങ്ങനെയായിരിക്കും നമ്മുടെ സിലിക്കൺ, എന്തുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ എന്ന് പറഞ്ഞ സെമി കണ്ടക്ടർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഇലക്ട്രോണിക് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലാണ്. ഇറ്റ്സ് ഹൈലി അവൈലബിൾ ആണ് നമ്മുടെ നേച്ചറിൽ. നമ്മുടെ ഓക്സിജൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് എവിഡൻ്റ് ആയിട്ട് നമ്മുടെ ഈ നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സിലിക്കൺ ആണ്. പക്ഷേ സിലിക്കൺ എന്ന് പറയുന്നത് എലമെൻ്റൽ ഫോമിലല്ല നമുക്ക് കിട്ടുക, നമുക്ക് ഓക്സൈഡ്സ് ഫോംസ് അല്ലെങ്കിൽ സിലിക്കേറ്റ്സ് ഫോംസിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. ആ ഓക്സൈഡ്സ് ഫോമിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിലിക്കണിനെ നമ്മൾ എടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു സിലിക്കയും നമ്മുടെ ഒരു കാർബണും കൂടി ഹീറ്റ് ചെയ്യും. നമ്മൾ ഈ സിലിക്കണും ഈ കാർബണും കൂടി ഒരു ഇലക്ട്രിക് ഫർണസിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സിലിക്കൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എലമെന്റ് നമുക്ക് കിട്ടുന്നത്. ഫൈൻ. ഇനി സിലിക്കന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സിലിക്കന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. സിലിക്കന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 284. ഭയങ്കര ഡെപ്ത് എന്ന് പറയുന്നത് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പഠിക്കണം. കാരണം ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനുള്ള ചാൻസ്. ഫൈൻ. സോ നമ്മൾ എനർജി ബാൻഡ് അല്ലെ, എനർജി ലെവൽസ് ഡിസ്റ്റൻസ്, ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സെമി കണ്ടക്ടേഴ്സിനാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ സിലിക്കണെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കണ്ടക്ടേഴ്സിനെയും അതേപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിനെയും കൂടി നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ നമ്മൾ നടത്തണം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് കണ്ടക്ടേഴ്സിൻ്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രാം വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒരു കണ്ടക്ഷൻ ബാൻഡും അതേപോലെ തന്നെ ഒരു വാലൻസ് ബാൻഡും തമ്മിലൊരു ഓവർലാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് എന്താണ് വാലൻസ് ബാൻഡിൽ ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും, ഒരു എക്സ്റ്റേണൽ എനർജിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ പ്രസന്റ് ആയിരിക്കും കണ്ടക്ഷൻ ബാൻഡിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഹൈ ആയിരിക്കും. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും, ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറയാം അല്ലെ. ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലൊരു എനർജി ഗ്യാപ്പിന്റെ വ്യത്യാസമുണ്ട്. അതിനെയാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുക. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് മതിക്കുന്ന ഒരു മീഡിയം എനർജി ലെവൽ ഗ്യാപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വാലൻസ് ബാൻഡ് ഒരു ഇലക്ട്രോണിക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് എനർജിയുടെ ആവശ്യമുണ്ട്. ആ എനർജി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇലക്ട്രോൺസിന് നമുക്ക് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. അത് മീൻസ് ത്രൂ ദാറ്റ് വി ക്യാൻ കൺട്രോൾ ദ കണ്ടക്ടിവിറ്റി. സോ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സിനെ പറ്റി നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു സെമി കണ്ടക്ടർ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊരു എലമെന്റ് ആണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു ഡിസ്കസ് ചെയ്തു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സും അതിന്റെ ഡിഫറെന്റ് എഫക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റിയിട്ട് നമ്മൾ അടുത്തൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫോർവേഡ് ബയസ് കണ്ടീഷൻ റിവേഴ്സ് ബയസ് കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഡയോഡ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനാണ് നമ്മൾ ആദ്യം ഡയോഡിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സസും അതായത് എക്സ്റ്റേണൽ
എക്സ്റ്റേണൽ ആയിട്ടൊരു സപ്ലൈ നമ്മൾ കൊടുക്കാതെ എങ്ങനെയാണ് ഒരു ഡയോഡ് ബിഹേവ് ചെയ്യുക, അതിൻ്റെ ഒരു ക്യാര എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. നമുക്കൊരു പി ടൈപ്പ് മെറ്റീരിയലും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട് ഇവിടെ. ഒരു പി ടൈപ്പ് മെറ്റീരിയലും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും കൂട്ടിച്ചേർത്ത് ഒരു പി ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാവില്ല. ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ ഒരു ഇൻട്രിൻസിക് സെമികണ്ടക്ടർ എടുത്തിട്ട് അതിൽ നമ്മൾ ഡോപ്പ് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോപ്പിംഗ് ആണ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡോപ്പിംഗ് ഉണ്ട്. ആ ഡോപ്പ് ചെയ്തിട്ട് നമ്മളൊരു പി ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി നമ്മൾ ഡോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളൊരു പി ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്യുന്നത്. ഫൈൻ, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഇതാണ് ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതാണ് ഒരു ജംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പി ടൈപ്പ് മെറ്റീരിയൽ എന്നാണ്. പി ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി ചാർജ് കാരീസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്, മൈനോറിറ്റി ചാർജ് കാരീസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. എൻ ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി ചാർജ് കാരീസ് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി കാരീസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പി ടൈപ്പ് മെറ്റീരിയൽ അതായത് ഒരു ബോറോൺ ആറ്റം എന്ന് പറയുന്നത് ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടും ഒരു ഹോളും ആയിരിക്കും ഫോം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ അവിടെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മളൊരു എന്താണ് ഫോസ്ഫറസ് ആറ്റമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഫോസ്ഫറസ് ആറ്റം നമ്മൾ എന്ത് ചെയ്യും, ഫോസ്ഫറസ് ആറ്റം നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ആയണം, അതേപോലെ തന്നെ ഒരു ഇലക്ട്രോൺ ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഡോണർ ആറ്റംസ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കുന്നത് വെച്ചാൽ ഡോണർ ആറ്റംസ് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യുക അല്ലേ. ഡോണർ ആറ്റംസ് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യുക, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ ഡൊണേറ്റ് ബ്ലഡ്, അങ്ങനെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ആയിരിക്കും വരാം, അതിനനുസരിച്ച് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ വരും. ഇവിടെ ആസെപ്റ്റർ, അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ എടുക്കുക. ആസെപ്റ്ററിൽ നമുക്ക് എന്താണ് പറയുക, ആസെപ്റ്ററിൽ നമുക്ക് ഒരു നെഗറ്റീവ് ആയണം, അവിടെ ഒരു ഹോൾ ആയിരിക്കും നമ്മൾ ഫോം ചെയ്യാം. ഓക്കെ ഫൈൻ. സോ ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു നെയിമിൽ തന്നെ ഇറ്റ്സ് ക്ലിപ്പ് സംതിങ് അല്ലേ, എന്തോ ഒരു ഭാഗം നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു വേവ് ഫോംസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ പാസ് ചെയ്യണം ഒരു സർക്യൂട്ടിൽ. ഓക്കെ, നമുക്ക് ഒരു ഇൻപുട്ട് സിഗ്നൽ ഒരു സർക്യൂട്ടിൽ നമ്മൾ പാസ് ചെയ്യണം. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള നമുക്ക് ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ ആ ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തതിന് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടൂ എന്നൊരു കണ്ടീഷൻ വരാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം അല്ലേ, അല്ലെങ്കിൽ കുറച്ച് ഭാഗം നമുക്ക് ക്ലിപ്പ് ചെയ്ത് കളയാം, ബാക്കി നമുക്ക് ഡിസൈഡ് പാർട്ട് മാത്രം നമുക്ക് മതി. അപ്പോൾ അങ്ങനത്തെ സർക്യൂട്ട്സ് നമുക്ക് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് അങ്ങനത്തെ സർക്യൂട്ട്സ് കുറേ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സർക്യൂട്ടാണ് ക്ലിപ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ക്ലിപ്പ് സം പാർട്ട് ഓഫ് ദ വേവ് ഫോംസ് ആൻഡ് ഇറ്റ് വിൽ പാസ് the other part of the waveform without any distortions. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സീരീസ് ക്ലിപ്പറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷണ്ട് ക്ലിപ്പറാണ്. സീരീസ് ക്ലിപ്പറിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷണ്ട് ക്ലിപ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സീരീസ് ക്ലിപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഡയോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന നോൺ ലീനിയർ എലമെന്റ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിനോട് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ടിനോട് കണക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് നമുക്ക് സീരീസ് ക്ലിപ്പേഴ്സ് നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷണ്ട് ക്ലിപ്പറാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ഡയോഡ് എന്ന് പറയുന്ന എലമെന്റ് ദിറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് സെറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലേ, അതാണ് ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിന് അക്രോസ് ആണ് നമ്മൾ ഡയോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന എലമെന്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഷണ്ട് ക്ലിപ്പേഴ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സീരീസ് ക്ലിപ്പറിൽ നമ്മൾ ഡയോഡ് എന്ന് പറയുന്നത് സീരീസ് ടു സെറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സീരീസ് ക്ലിപ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഷണ്ട് ക്ലിപ്പർ നമുക്ക് സർക്യൂട്ടിൽ നിന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫൈൻ. അപ്പോൾ ഈ ഷണ്ട് ക്ലിപ്പറിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഷണ്ട് ക്ലിപ്പറിൽ നമുക്ക് പോസിറ്റീവ് ക്ലിപ്പർ വരുന്നുണ്ട്, നെഗറ്റീവ് ക്ലിപ്പർ വരുന്നുണ്ട്. ഇനി പോസിറ്റീവ് ക്ലിപ്പറിൽ തന്നെ വീണ്ടും പോസിറ്റീവ് ബയസ് വരുന്നുണ്ട്, നെഗറ്റീവ് ബയസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ക്ലിപ്പറും പോസിറ്റീവ് ബയസ് ക്ലിപ്പർ വരാം, നെഗറ്റീവ് ബയസ് ക്ലിപ്പർ വരാം, പിന്നെ ബയസിംഗ് ഇല്ലാത്ത ക്ലിപ്പേഴ്സും വരാം. അപ്പോൾ ഡിഫറെന്റ് സർക്യൂട്ട്സ് ഇവിടെയും വരുന്നുണ്ട്. ആ ഡിഫറെന്റ് സർക്യൂട്ട്സ് എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ആണ്. ജസ്റ്റ് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ആണ്. ഇവിടെ ബയസിംഗ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു DC വോൾട്ടേജ് ഒന്നും തന്നെ ഈ സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ബിഹേവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇനി സർക്യൂട്ട് ഐഡന്റിഫിക്കേഷൻ ഇതിൽ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ക്ലിപ്പർ ആണെന്ന് പറയാൻ സാധിക്കും. നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയാൻ സാധിക്കുന്നത് വെച്ചാൽ ദിസ് ഇസ് എൻ ടെർമിനൽ അല്ലേ, ദിസ് ഇസ് എൻ ടെർമിനൽ, ദിസ് ഇസ് പി ടെർമിനൽ അല്ലേ. ദിസ് എൻ ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദാറ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണ് പ്ലസ് മൈനസ് വി നോട്ട് അല്ലേ. പ്ലസ് മൈനസ് വി നോട്ട് എന്ന് പറഞ്ഞാൽ ഈ നോഡിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് വി നോട്ട് ആണ് അല്ലേ. ഈ നോഡിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി നോട്ട്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ എൻ ടെർമിനൽ ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനോട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് എ നെഗറ്റീവ് ക്ലിപ്പർ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മുടെ പി ടെർമിനൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇത് വെർട്ടിക്കലി നമ്മൾ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ പി ടെർമിനൽ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനോട് കണക്ട് ചെയ്യായിരിക്കുക. അപ്പോൾ നമുക്ക് അതിനെ പറയാം പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം അതൊരു പോസിറ്റീവ് ക്ലിപ്പർ ആണ്. ഓൾറെഡി ഷണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, കാരണം ഇറ്റ് ഈസ് കണക്റ്റഡ് പാരലൽ ടു ദാറ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഫൈൻ. ഇനി നമുക്ക് ജസ്റ്റ് ഈ സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ സർക്യൂട്ട് ബിഹേവ് ചെയ്യണം നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ കറണ്ട് പോവുക അല്ലേ. പിയിൽ നിന്നും എന്നിലേക്കായിരിക്കും കറണ്ട് പോവുക, ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മളെ ആ സർക്യൂട്ടിലുള്ള കറണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ആ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പിയിൽ നിന്നും എന്നിലേക്ക് പോകുന്ന കറണ്ട് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ ആ ഡയോഡ് ഓൺ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കറണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ആ ഡയോഡ് എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിലാണ് നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയോഡിനെ നമുക്ക് ഓപ്പൺ
ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡയോഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. ആ ഡയോഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തതിന് ശേഷം ആ ഡയോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ് വരുന്നത് നോക്കുക. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ, ഡയോഡ് ഓൺ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? വി പി മൈനസ് വി എൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വി ഗാമ. അതായത് വി പി മൈനസ് വി എൻ, ദ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് പി സൈഡ് മൈനസ് പൊട്ടൻഷ്യൽ അക്രോസ് എൻ സൈഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ കട്ട് ഇൻ വോൾട്ടേജ്. കട്ട് ഇൻ വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമായിരിക്കും ഡയോഡ് ഓൺ ആവുക. ദിസ് ഇസ് എ ഷുവർ കണ്ടീഷൻ ആണ്. ഗ്രേറ്റർ ദാൻ വി ഗാമ ആണെങ്കിൽ ഡയോഡ് എന്തായാലും ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വി പി മൈനസ് വി എൻ, ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ചെയ്തതിന് ശേഷം വി പി മൈനസ് വി എൻ ഗ്രേറ്റർ ദാൻ വി ഗാമയാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടു. അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡയോഡ് ഓൺ ആണെങ്കിൽ നമുക്ക് സർട്ടൻ ആയിട്ട് ഓൺ ആണെന്ന് പറയാം, ഡയോഡ് ഓഫ് ആണെന്ന് വെച്ചാൽ നമുക്ക് സർട്ടൻ ആയിട്ട് അത് ഓഫ് ആണെന്ന് പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22. The donor atoms in a n-type semiconductor at normal temperature carry a positive charge, carry a negative charge, are neutral, none of this. So ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്കൊരു ചാർജാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പോസിറ്റീവ് ചാർജാണോ നെഗറ്റീവ് ചാർജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ ടൈപ്പ് സെമികണ്ടക്ടർ എന്നാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ ടൈപ്പ് സെമികണ്ടക്ടർ എന്താണ്? എൻ ടൈപ്പ് സെമികണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ആണ്. അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്, ഹോൾസ് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കാം, സ്വാഭാവികമായിട്ട് ഒരാൾ ചിന്തിക്കാം, എൻ ടൈപ്പ് സെമികണ്ടക്ടറിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാരി എ നെഗറ്റീവ് ചാർജ് ആയിക്കൂടെ എന്ന് ചിന്തിക്കാം. പക്ഷേ അതല്ല ഉത്തരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡോണർ ആറ്റംസിനെ പറ്റിയാണ്. ഡോണർ ആറ്റംസ് ഇൻ എൻ ടൈപ്പ് സെമികണ്ടക്ടറിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മുടെ തിയറി പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതിന്റെ ആൻസർ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു ഡോണർ ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എൻ ടൈപ്പ് സെമികണ്ടക്ടർ ഉണ്ടാവുമെങ്കിൽ നമ്മൾ എന്താണ് 15th ഗ്രൂപ്പ് എലമെന്റ്സിനാണ് നമ്മൾ ഡോപ്പ് ചെയ്യുക അല്ലേ? 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ സിലിക്കൺ ആറ്റമായിട്ട് അല്ലെങ്കിൽ ജെർമനിയം ആറ്റമായിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യും. അപ്പോൾ ഡോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 15th ഗ്രൂപ്പ് എലമെന്റ്സിന് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മുടെ 14th ഗ്രൂപ്പായ അതായത് സെമികണ്ടക്ടർ എലമെന്റ്സ് ആയ സിലിക്കണും ജെർമനിയത്തിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഈ 5 വാലൻസ് ഇലക്ട്രോൺസും 4 വാലൻസ് ഇലക്ട്രോൺസും കോവൽ ബോണ്ട് ഫോം ചെയ്തിട്ട് റിമൈനിങ് ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോസ്ഫറസിന്റെ കേസ് എടുക്കാം. ഫോസ്ഫറസ് ആണ് നമ്മൾ ഒരു 15th ഗ്രൂപ്പ് എലമെന്റ് ആയിട്ട് എടുക്കുന്നത്. ആ ഫോസ്ഫറസിന് നമുക്ക് എന്താണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് 15 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അറ്റോമിക് നമ്പർ 15 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 15 ആയിരിക്കും. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 15 ആയിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും പറയുന്നത് 15 തന്നെയായിരിക്കും. അപ്പോൾ ഈ 15 അറ്റോമിക് നമ്പറുള്ള ഈ ഒരു ഫോസ്ഫറസ് നമ്മുടെ സിലിക്കണായിട്ട് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? സിലിക്കണായിട്ട് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് പോകും അല്ലേ? ഇതിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് പോകും. കാരണം ഞാൻ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ആ 5 വാലൻസ് ഇലക്ട്രോൺസ് സിലിക്കണിലെ 4 വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു പറഞ്ഞു. അതിൽ നിന്നും ഒരു ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് പോകും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ഫോസ്ഫറസ് ആറ്റത്തിൽ പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 14 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈ ഫോസ്ഫറസ് ആറ്റത്തിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കും. പക്ഷേ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്പർ ഓഫ് പ്രോട്ടോൺസിൽ വ്യത്യാസമൊന്നുമില്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കേസിൽ ഒരു റിഡക്ഷൻ സംഭവിച്ചു. എന്തിന്? ഫോസ്ഫറസ് ആറ്റത്തിനാണ് ആ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ എന്താണ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജാണ്, ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുകയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു ഡോണർ ആറ്റമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റീവ് ചാർജസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ക്യാരി എ പോസിറ്റീവ് ചാർജ്. ഈ ഒരു ടോപ്പിക്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഈ കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഫ്രം സ്കോർ അക്കാഡമി. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച സബ്ജക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് അപ്രോച്ചിലൂടെ ആയിരിക്കും നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പ്രിപ്പയർ ചെയ്യുക.
നമുക്കറിയാം ഇതൊരു ഇലക്ട്രോണിക്സ് ബേസ്ഡ് പേപ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡെപ്ത് അനാലിസിസ് ആവശ്യമില്ല ഈ ഒരു ഏരിയയിൽ നിന്ന്. എന്നാൽ നമുക്ക് ഇതുവരെ ഒരു സ്റ്റേറ്റ് PSCs ആണെങ്കിലും അതുപോലെ നാഷണൽ ലെവൽ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ബിടെക് ലെവൽ ഒരു ഇലക്ട്രിക്കലിൻ്റെ തന്നെ ബിടെക് ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ തിയറി പഠിക്കുന്നത്. നമ്മൾ ബാക്കി പല സബ്ജക്ട്സ് നേരെ തിരിച്ചാണ്. പക്ഷേ ഇതിൽ നമ്മൾ കുറേ കൂടി ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ കാരാ ബേസ് അതായത് സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ കുറേ കോൺസെപ്റ്റ്സ് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോന്നിൻ്റെയും ലിസ്റ്റ് ഓഫ് നമ്മൾ ഓരോന്നിൻ്റെയും ഫോർമുലാസ് ഓരോന്നിൻ്റെ ടൈപ്സ് സിഗ്നൽസിനെയൊക്കെ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചാർട്ട് പ്രിപ്പറേഷൻ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ആവശ്യമാണ്. നിങ്ങളത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യണം. ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ടാവും. കാരണം ഒരുപാട് ഇത് വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. നമുക്കൊരു കേരള PSC എക്സാമിന് പണ്ട് നടന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വെയിറ്റേജ് നമുക്കൊരു 5 to 7 മാർക്സ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ 5 to 7 മാർക്സ് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു പേപ്പറാണ്. പക്ഷേ കുറച്ചധികം സിഗ്നൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സിഗ്നലിൻ്റെ ടൈപ്പ് അതിലുള്ള ഓപ്പറേഷൻസ് ഇതെല്ലാം വളരെ സിമ്പിളാണ്. നമ്മളപ്പോൾ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വളരെ കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ ഒരു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ഏരിയാസാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കുമ്പോൾ നമുക്ക് കുറേ കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ കുറേ കൂടി നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ആ ടോപ്പിക്ക് പറയുന്ന പോലെ തന്നെ എന്താണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ് നമുക്കുള്ളത് അല്ലേ. നമുക്ക് ഇതിൽ സിഗ്നൽസ് ആയിട്ടും സിസ്റ്റംസ് ആയിട്ടും നമുക്ക് 2 കാറ്റഗറൈസേഷൻ കൊണ്ടുവരാം. അതിൽ തന്നെ സിഗ്നൽസിൽ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം ഞാൻ ഈ പറയുന്ന എല്ലാം തന്നെ നമ്മുടെ കേരള PSC എക്സാംസിന് അതായത് ഒരു KSEB എക്സാം ആയിക്കോട്ടെ ഇൻസ്പെക്ടറേറ്റ് ആയിക്കോട്ടെ ഇങ്ങനെ ഡിഗ്രി ലെവൽ എക്സാംസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളുടെ ഓൾറെഡി നടന്നിട്ടുള്ള പല എക്സാംസിനെയും ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കേരള PSCക്കും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് വരാം എന്തായാലും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഏരിയാസിൽ നിന്നായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നമുക്ക് ഇവിടെ സിഗ്നൽസ് ഞാൻ പറഞ്ഞു അതുപോലെ സിസ്റ്റംസ് പറഞ്ഞു. ഈ സിഗ്നൽസിൽ നിന്ന് നമുക്ക് ആദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ് കണ്ടിന്യൂസ് ടൈം ഡിസ്ക്രീറ്റ് ടൈം. നമുക്ക് സിഗ്നലിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അതിൽ നിന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് നമുക്ക് ഈ ഒരു സിഗ്നൽസിൽ എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ടൈം ഡിസ്ക്രീറ്റ് ടൈം. അതേപോലെ തന്നെ നമുക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ടൈം ഡൊമെയിനിലും ഫ്രീക്വൻസി ഡൊമെയിനിലും ഒരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ ടൈം ഡൊമെയിനിലെ ചില പ്രോപ്പർട്ടീസ് ഫ്രീക്വൻസി ഡൊമെയിനിലെ ചില പ്രോപ്പർട്ടീസ് ചില ഓപ്പറേഷൻസ് ഇതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കിതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ ഇപ്പോൾ സിഗ്നലിൽ തന്നെ സിഗ്നൽ ക്ലാസിഫിക്കേഷനിലുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കും. അതിൻ്റെ പോലെ തന്നെ സിഗ്നൽ റെപ്രസെൻറ്റേഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും അതിൽ ഓപ്പറേഷൻസും നമ്മൾ നോക്കുന്നുണ്ടാവും. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സിഗ്നൽ ഓപ്പറേഷൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ്. നമ്മൾ ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ടൈം ഷിഫ്റ്റിംഗ് എങ്ങനെയാണ്, ടൈം സ്കെയിലിംഗ് എങ്ങനെയാണ്, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് നമ്മൾ നടത്തുമ്പോൾ എങ്ങനെയാണ് സിഗ്നലിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അത് പ്ലോട്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് കാര്യം അറിയാമെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ ഡയറക്റ്റ് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. അതാണ് ഇതിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് വളരെ സിമ്പിളാണ്. ആ കാര്യങ്ങൾ മാത്രം ആ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഒരു സിഗ്നൽ തരികയാണെങ്കിൽ ഒരു ഈവൻ സിഗ്നലാണോ ഓഡ് സിഗ്നലാണോ നമ്മൾ അങ്ങനെ പല പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു സിഗ്നൽ തന്നിട്ട് അത് പവർ സിഗ്നലാണോ അല്ലെങ്കിൽ എനർജി സിഗ്നലാണോ NENP സിഗ്നലാണോ അങ്ങനെ കുറച്ച് വളരെ സിമ്പിൾ അതെല്ലാം നമുക്ക് വിത്തിൻ വളരെ സിമ്പിൾ സ്റ്റെപ്സിലൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് ഷോർട്ട് കട്ട്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുശേഷം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടൈം ഷിഫ്റ്റിംഗ് ടൈം സ്കെയിലിംഗ് റിവേഴ്സൽ എന്നീ ഓപ്പറേഷൻസ് നമ്മൾ ഓരോ സിഗ്നൽസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്കം അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് സിഗ്നൽ എങ്ങനെയായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് ഇപ്പം എങ്ങനെയാണ് ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്കെയിലിംഗ് ചെയ്യേണ്ടത്, റിവേഴ്സൽ എങ്ങനെ, ഇതിൻ്റെ ഓർഡർ എങ്ങനെ, ഇതൊക്കെ നമുക്ക് ചെറിയ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓർഡറായിട്ട് നമ്മളൊരു ചാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പറേഷനും കഴിയും റിവിഷനും കഴിയും. പിന്നെ വരുന്നത് സിസ്റ്റംസ് ആണ്. അപ്പോൾ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എനി ജനറൽ സിസ്റ്റം, അതൊരു കൺട്രോൾ സിസ്റ്റം ആവാം, ഒരു നെറ്റ്വർക്ക് ആവാം, എന്തും ആയിക്കോട്ടെ. അതിലേക്ക് നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് അത് അറിയണമെങ്കിൽ നമുക്ക് സിഗ്നലിൻ്റെ പ്രോപ്പർട്ടി അറിയണം. അതുപോലെ തന്നെ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ക്യാര എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. അതിനെ ബേസ് ചെയ്ത് സിസ്റ്റത്തിനെ നമ്മൾ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതാണ് എന്ത് ലീനിയർ സിസ്റ്റം, നോൺ ലീനിയർ സിസ്റ്റം, ടൈം വേരിയൻറ്റ്, ടൈം ഇൻവേരിയൻറ്റ്, കോസൽ, നോൺ കോസൽ സിസ്റ്റം, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ്. ആ
ക്ലാസിഫിക്കേഷൻസ് അല്ല, ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ ഏത് കാറ്റഗറി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് സ്ഥിരം ക്വസ്റ്റൻ ആണ്, നമുക്കത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. കേരള PSC എക്സാമിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റംസിൻ്റെ ക്ലാസിഫിക്കേഷനുമായി സിഗ്നൽസുമായി ഇത് തന്നെയാണ് എന്ത് നമുക്ക് ആകെ സിഗ്നൽസിൽ പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് സിഗ്നൽസിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ സിഗ്നൽ ഓപ്പറേഷൻസ്, ടൈം ഷിഫ്റ്റിംഗ്, ടൈം സ്കെയിലിംഗ്, റിവേഴ്സൽ, അപ്പോൾ അതിൻ്റെ ഓർഡർ അതൊക്കെ ഒന്ന് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു സിസ്റ്റം തന്നിരിക്കുമ്പോൾ അതിൻ്റെ ടൈപ്സ് ഓഫ് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ ഇതിലെ ഓരോ പ്രോപ്പർട്ടീസും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് കോസൽ ആണോ അല്ലെങ്കിൽ നോൺ കോസൽ ആണോ സ്റ്റേബിൾ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതിനൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സും ഉണ്ട്. ഇത് ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സിഗ്നൽസിലാണ്. നമ്മൾ നേരത്തെ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ നോക്കിയതുപോലെ ടൈപ്സ് ഓഫ് സിഗ്നൽസ്, നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഒരു സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ഉണ്ട്. അതിൻ്റെ തന്നെ ആ സിഗ്നൽസിന് നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി നമുക്ക് പല ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സിഗ്നൽസിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്.